ഇപ്പം നമ്മുടെ ഈ നാട്ടിൽ നമ്മൾ കണ്ടുവരുന്ന അക്രമാസക്തരായിട്ടുള്ള കുട്ടികളുടെ കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങളാണ് അവരെ ഇതുപോലെ ആ, വളരെ മോശക്കാരായിട്ട് ആക്കുന്നത്. അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അധ്യാപകർക്ക് കുട്ടികളെ ശിക്ഷിക്കാനുള്ള അനുമതിയില്ല. കാരണം എന്താണ്? അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അധ്യാപകരാരെങ്കിലും ശിക്ഷിച്ചു കഴിഞ്ഞാൽ അത് അധ്യാപകന് ശിക്ഷ കിട്ടുന്ന രീതിയിലേക്ക് വരികയാണ്. പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് വടി കണ്ടാൽ ഓടുകയും വടി മേടിച്ച് പഠിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് പേടികൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മൾ വലിയ കുഴപ്പങ്ങളില്ലാതെ, എന്ന് വെച്ചാൽ നമ്മൾ വലിയ മാന്യന്മാരാന്ന് പറയുന്നില്ല, പക്ഷേ വലിയ കുഴപ്പങ്ങളില്ലാതെ ഇതുവരെയൊക്കെ എത്താൻ പറ്റിയത്. അപ്പോൾ അതുപോലെ തന്നെയാണ് കാരണവന്മാരാണെങ്കിലും ചെറുപ്രായത്തിലെ കുട്ടികളെ ശിക്ഷ കൊടുക്കേണ്ട സമയത്ത് ശിക്ഷ കൊടുത്തു തന്നെ, എന്ന് വെച്ചാൽ അവരെ എടുത്ത് കുത്തി കെട്ടി തൂക്കിയിട്ട് മറ്റേ പുകയിൽ തിടന്നല്ല പറയുന്നത്. ശിക്ഷ ചെറിയ ഈർക്കലി കൊണ്ടുള്ള അടി വരെ ചെറുപ്രായത്തിൽ കൊടുത്ത് അല്ലെങ്കിൽ കൊച്ചു അടികൾ കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് ആ പെയിൻ ഉണ്ടാകണം. പെയിൻ ഉണ്ടായാലുള്ള അവർ പേടിച്ചിട്ടാണെങ്കിലും അവർ അത്യാവശ്യ കാര്യങ്ങൾ ഡൂസ് ആൻഡ് ഡോൺസ് എന്താണ് വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങൾ എങ്ങനെയാണ് വേർതിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ വളർന്നവരൊക്കെ വലിയ കുഴപ്പങ്ങളില്ല, എന്നാലും കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു എങ്കിലും കുഴപ്പങ്ങൾ വളരെ വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധ്യാപകർക്ക് കുട്ടികളെ ശിക്ഷിക്കാൻ പറ്റത്തില്ല. ഇപ്പം എന്നെ പഠിപ്പിച്ച ഒരു സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഉള്ള പിള്ളേരൊക്കെ ഒരുമാതിരി ഫ്രീസ് ആയിരിക്കുന്ന അവസ്ഥയാണ്. അവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, പഠിപ്പിച്ചാൽ തലേ കയറത്തില്ല, ചുമ്മാ ഇങ്ങനെ തവള ഇര പിടിക്കാതിരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കും എന്ന് പറയും. പക്ഷേ അങ്ങനെയൊന്നും അല്ല. കുട്ടികളാകുമ്പോൾ ആവശ്യത്തിന് വിദ്യാഭ്യാസവും കാര്യങ്ങളും വേണമെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് കൃത്യമായിട്ട് എല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് ശിക്ഷകളും കാര്യങ്ങളും എല്ലാം കൊടുക്കണം. ഇപ്പോൾ വിദ്യാഭ്യാസ സമുദായം ഈ കൊറോണയുടെ സമയത്ത് എല്ലാവരുടെയും കയ്യിലോട്ട് ഫോൺ അങ്ങോട്ട് കുത്തിയേൽപ്പിച്ചു. ഫോൺ ഏൽപ്പിച്ചപ്പോൾ ഉണ്ടായ ഒരു കാര്യം ഓൺലൈൻ ക്ലാസ് എന്ന ഇതിൽ ഫോൺ എല്ലാവരുടെയും കയ്യിൽ ഏൽപ്പിച്ച കുട്ടികൾ കുറേ വഴിതെറ്റി പോയിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഈ കാണുന്ന വാർത്തകളും കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ഒത്തിരി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എല്ലാം പത്രത്തിൽ കൂടെയും സാമൂഹിക മാധ്യമങ്ങളിൽ കൂടെയും ഒക്കെ ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഏത് രീതിയിൽ കുട്ടികൾ വഴിതെറ്റി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇടയിലെ കുറ്റകൃത്യങ്ങൾ കൂടുന്നു, അക്രമവാസനകൾ കൂടുന്നു. ഇനി അക്രമവാസനകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട്, ചോക്ലേറ്റിൻ്റെ അകത്തൊക്കെ ഈ പറയുന്ന മാരകമായ മയക്കുമരുന്ന് കലർത്തി കുട്ടികൾക്ക് കൊടുക്കുകയും അങ്ങനെ അതുവഴി അവരെ വഴിതെറ്റിക്കുകയും ചെയ്യുന്ന, അവർ വഴിതെറ്റി പോകുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അവർക്ക് ഇത് കൊണ്ട് എത്തിക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സർക്കാർ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ടതാണ്. ഇങ്ങനെയുള്ളത് ഇപ്പം ഒരു ന്യൂസൊക്കെ കയറി ഇങ്ങനെ നിൽപ്പുണ്ട്, നാളെ വേറൊരു എന്തെങ്കിലും വാർത്തകൾ വരും, അതിന് പുറകെ പോകും. അപ്പോൾ ഈ മയക്കുമരുന്ന് മറ്റ് കലാപരിപാടികളെക്കുറിച്ചുള്ള ന്യൂസുകളെല്ലാം വേറെ വഴിക്ക് ഒതുങ്ങിപ്പോകും. അങ്ങനെ ഒതുങ്ങിപ്പോകാതെ ഇപ്പോൾ തന്നെ കൃത്യമായിട്ട് ഇനിയെങ്കിലും വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ മയക്കുമരുന്നിനും അല്ലെങ്കിൽ അങ്ങനെയുള്ള അക്രമവാസനകൾക്കും എതിരെ ഉള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ വലിയ വലിയ പ്രശ്നത്തിലേക്ക് പോകും. പിന്നെ നമുക്ക് പറയാനാണെങ്കിൽ അധ്യാപകർ കുട്ടികളെ തല്ലിക്കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക, അവർക്കെതിരെ കേസെടുക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പോലീസുകാർക്കും ഉണ്ട് ഇത് തന്നെ പ്രശ്നം. പോലീസുകാർക്ക് പിടിക്കുന്ന പ്രതിയെ ഒന്ന് ശിക്ഷിക്കാൻ പോലുള്ള അധികാരമില്ല. ഒരു അടി കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്നും അവനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ സംസാരിച്ച പോലീസുകാരൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് വരെ ക്യാമറയും കാര്യങ്ങളും മറ്റു റെക്കോർഡിങ്ങും വെച്ചേക്കാം. ഇവരുടെ ഭാഗത്തുനിന്ന് ഇനിയിപ്പം ഒരു അടിയോ കാര്യമോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം പോലീസുകാർക്കെതിരെ കേസാണ്, മനസ്സിലായോ? അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മൊത്തത്തിലെല്ലാം വരിഞ്ഞു മുറുക്കി വെക്കുമ്പോൾ കുട്ടികളായാലും ശരി ക്രിമിനലുകളായാലും ശരി അവർക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള വാസനകളുണ്ടാകും. ശിക്ഷ കൊടുക്കേണ്ടത് സമയാസമയങ്ങളിൽ ആവശ്യത്തിനുള്ള ശിക്ഷ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകത്തില്ല. പിന്നെ മയക്കുമരുന്നും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരുപാട് ഇവിടെ ഒരു സ്ഥലത്ത് പിടിക്കുമ്പോൾ 10 സ്ഥലത്തൂടെ വേറെ കച്ചവടം നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ കച്ചവടങ്ങളും കൃത്യമായിട്ട് പിടിച്ച് കുട്ടികളുടെ ഇടയിലേക്ക് ഈ സാധനം എത്തുന്നത് തടയാനായിട്ട് സർക്കാരിന് സാധിക്കുകയാണെങ്കിൽ അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ, വലിയ കുറ്റകൃത്യങ്ങൾ, അക്രമവാസനകൾ കുട്ടികളിൽ നിന്ന് മാറുകയും അവർ വലിയ കുഴപ്പങ്ങളില്ലാതെ ജീവിച്ചു പോവുകയും ചെയ്യും. ഇനി വളർന്നു വരുന്ന കുട്ടികൾക്ക് മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അവരുടെ കയ്യിലോട്ട് ഫോൺ കൊടുക്കുന്നതിന് പകരം അവർ ചിലപ്പോൾ കോളേജിൽ നിന്നോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നോ പഠിച്ചിട്ട് വരുമ്പോൾ അവർക്ക് കളിക്കാൻ പോകാനായിട്ട് അവിടെ എവിടെയെങ്കിലും ഒരു ചുറ്റുപാടുണ്ടാക്കുക, അല്ലെങ്കിൽ കാരണവന്മാരിരുന്ന് സംസാരിക്കുകയോ കുട്ടികളുമായിട്ടൊക്കെ എന്തെങ്കിലും തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയൊക്കെ ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്താലേ ഉള്ളൂ അവർക്ക് എന്താ പറയുന്നത് ഒരു ആൾക്കാരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ. വലിയ ഇപ്പോൾ കളിക്കാൻ പോവോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ അവർക്ക് ആവശ്യത്തിനുള്ള കായികക്ഷമതയും ബുദ്ധിവികാസവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഈ പറയുന്ന പോലെ ഫോണിൻ്റെ അകത്ത് കുത്തിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം അവന് ഒരുപാട് ചിന്തിക്കാൻ കാണത്തില്ല. അവൻ ഫോണിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ആലോചിച്ചും പെറുക്കി അവസാനം ഒരുമാതിരി നിലാവ് തഴിച്ചുവിട്ട കോഴിയെ പോലെയുള്ള അവസ്ഥയാവും. അതിനുശേഷം അവന് ആരുടെ അടുത്ത് എന്നാ സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ ആരുടെ അടുത്ത് എന്നാ സംസാരിക്കണമെന്നോ എങ്ങനെ പെരുമാറണമെന്നോ ഒന്നും അറിയത്തില്ല. അവൻ ഈ കാണുന്ന ഫോണിൽ
ഫോണിൽ കാണുന്ന കാര്യങ്ങൾ തന്നെയാണോ അതുപോലെ തന്നെ അവൻ ചിലപ്പോൾ പ്രവർത്തിക്കും. ഇപ്പോൾ നമുക്കറിയാം എത്രയോ കാരണവന്മാർ കുട്ടികളുടെ കയ്യിൽ നിന്ന് അടിയും മേടിച്ച് മിണ്ടാതിരിക്കുന്നു. കാരണം പുറത്ത് പറയാൻ പറ്റത്തില്ലാത്ത സാഹചര്യമാണ്. പുറത്ത് പറഞ്ഞാൽ വളർത്തു ദോഷമെന്ന് പറയും. അപ്പം അതിന് വേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ കയ്യിലേക്ക് ഫോണ് കാര്യങ്ങൾ കൊടുക്കാതെ അവർക്ക് വേണ്ട കൃത്യമായ വിദ്യാഭ്യാസവും കൊടുത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താ പറയുന്നത് ആവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ, ആഹാരം എല്ലായിടത്തു നിന്നും കിട്ടും, വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ, പോഷകാഹാരങ്ങൾ കൃത്യം കൊടുക്കുക, ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങൾ കുറയ്ക്കുക, പറയുമ്പോൾ എല്ലാ കാര്യവും പറഞ്ഞങ്ങ് പോകുന്ന, പിന്നെ കളിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. കാരണം കുട്ടികളൊക്കെ ഓടി നടന്ന് ക്രിക്കറ്റോ ഫുട്ബോളോ കാര്യങ്ങളൊക്കെ കളിച്ച്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ബാസ്കറ്റ് ബോൾ ആണെങ്കിൽ അങ്ങനെ കളിച്ച് അവരുടെ കായികക്ഷമതയും കൂടെ ഇതാക്കട്ടെ. അല്ലാതെ തിന്നും കുടിച്ചും വീർത്ത് അവസാനം ഫോണിൻ്റെ മുന്നിൽ ഇരുന്ന് അവസാനം വല്ലോ മനോരോഗിയായി പോകുന്നതിലും ഭേദം അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം അക്രമാസക്തരാകുന്ന സാഹചര്യത്തിൽ പിടിച്ചു കെട്ടാൻ പോലും പറ്റത്തില്ല. പിന്നെ മയക്കുമരുന്നും കാര്യങ്ങളുമൊക്കെ വരുന്ന വഴി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നാണ് ചെയ്യേണ്ടത്. അപ്പം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള നല്ല ശക്തമായ നിയമവും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. ആഭ്യന്തരം വളരെ വീക്കായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങനെയൊക്കെയുള്ള അക്രമങ്ങൾ ദിവസവും നമുക്ക് പത്രം എടുത്താലും വാർത്തകൾ എടുത്താലും ഇതുപോലെയുള്ള ദുരന്ത വാർത്തകൾ മാത്രമേ കാണാനുള്ളൂ. ഒന്നെങ്കിൽ പ്രകൃതിയുടെ ദുരന്തമായിരിക്കും, ഇല്ലെങ്കിൽ പ്രകൃതി ദുരന്തം, ഇല്ലെങ്കിൽ മനുഷ്യന്മാരുണ്ടാക്കുന്ന ഓരോ ദുരന്തങ്ങൾ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വിട്ട് നല്ലൊരു ശാന്തിയും സമാധാനവും ഉള്ള ഒരു നാട് എന്ന് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അതിന് നമ്മൾ വീട്ടിൽ തുടങ്ങി കാരണവന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതുപോലെ തന്നെ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് നിയമത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചകൾ വേണം. അത് ഏത് കാര്യത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ശിക്ഷണം കൊടുക്കുന്ന അധ്യാപകർക്കെതിരെ നടപടിയെടുക്കണം, കുട്ടികൾക്ക് അടി കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർക്ക് തല്ലാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഉരുട്ടിക്കൊല്ലുന്ന കാര്യമല്ല, അവർക്ക് ഒന്ന് രണ്ട് ആവശ്യത്തിനുള്ള ഇച്ചിരി ദേഹം നൊന്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ചിലപ്പോൾ മാറാൻ സാധിക്കും. ഇതൊക്കെ എൻ്റെ ആശയങ്ങൾ ഞാൻ പറഞ്ഞതാണ്, ചിലപ്പോൾ തെറ്റായിരിക്കാം. എങ്കിലും ഇതിലെന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ ആരെങ്കിലും നന്മയായിട്ട് തോന്നുവാണെങ്കിൽ ഈ കാര്യങ്ങൾ എടുക്കുക.